നമസ്കാരം. ഇന്ന് 2 രോഗികൾ ഒപിയിൽ ഒരേ ലക്ഷണങ്ങളായിട്ട് വന്നു. ഒരേ ചെറിയ ഒരേ പ്രശ്നമായിട്ട് വന്നു. അപ്പം അതാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ പ്രചരിപ്പിച്ചത്. ഒരു ലേഡി, ഒരു 40 വയസ്സായിട്ടുള്ള ഒരു ലേഡിയാണ്. 5, 8 കൊല്ലമായിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് ഗുളികകൾ നമ്മളിവിടെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തന്നെ ട്രീറ്റ്മെൻറ്റിലുള്ളൊരു പേഷ്യൻ്റാണ്. മെത്തോട്രെക്സേറ്റും ഹൈഡ്രോക്സി HCQയും ഫോളിട്രാക്സും ഒക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അസുഖം നന്നായിട്ട് കൺട്രോൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മെത്തോട്രെക്സിൻ്റെ ഡോസ് അത് 20 ഒക്കെ ആയിരുന്നത് കുറച്ച് ഇപ്പോൾ 7 mg കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കൺട്രോളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൺട്രോളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ലേഡി പെട്ടെന്ന് SGOT, SGPT ഭയങ്കരമായിട്ട് കൂടുന്നു. ഒരു 100ന് മുകളിലോട്ട് പോകുന്നു. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ മെത്തോട്രെക്സിൻ കഴിക്കുമ്പോൾ എല്ലാ 3 മാസമൊക്കെ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമല്ലോ SGPT. ഇതുവരെ ഒരു SGPT എല്ലാം നോർമലായിരുന്നു. 20, 18 അങ്ങനെയായിരുന്നു. പക്ഷേ ഈ പെട്ടെന്ന് നോക്കിയപ്പോൾ SGOT, SGPTയും 100ന് മുകളിലോട്ട് പോകുന്നു. അത് ഞാൻ ചോദിച്ചു ഇപ്പോൾ സാധാരണ അപ്പം മെത്തോട്രെക്സിൻ വലിയ ഡോസിൽ കഴിച്ചിട്ട് SGPT കൂടാത്തവർ പെട്ടെന്ന് ഇപ്പോൾ കൂടാൻ എന്താ പറ്റിയേ? അത് ചോദിച്ചപ്പോഴാണ് ആദ്യം ഒന്നും പറഞ്ഞില്ല. അപ്പം ജൂനിയർ ഡോക്ടറെ കണ്ടപ്പോഴും അവർക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും മെത്തോട്രെക്സിൻ കൊണ്ടായിരിക്കും എന്ന് അവർ അസ്യൂം ചെയ്യും. നമ്മൾ അങ്ങനെയാണല്ലോ അസ്യൂം ചെയ്യുന്നത്. മെത്തോട്രെക്സിൻ കഴിച്ച് കഴിഞ്ഞാൽ 1-2% ആളുകൾക്ക് SGPT ബോഡിയിൽ പോയി അപ്പോൾ നമ്മൾ ഡോസ് കുറയ്ക്കേണ്ടി വരാനും ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് മെത്തോട്രെക്സിൻ കഴിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കറക്റ്റായിട്ട് ഈ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. പക്ഷേ ഇതുവരെ 7 കൊല്ലമായിട്ടില്ലാതെ പെട്ടെന്ന് എന്തുകൊണ്ട് കൂടി ചോദിച്ചപ്പോഴാണ് ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചപ്പോഴാണ് ചോദിച്ചാൽ എന്തെങ്കിലും പനി വല്ലതും ഉണ്ടായിരുന്നു, ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും കഴിച്ചു? അപ്പോഴാണ് ഓഗ്മെൻറ്റിൻ എന്ന് പറയുന്ന ഒരു അമോക്സിലിൻ്റെ പെൻസിലിൻ ഗ്രൂപ്പിൽ വരുന്ന ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഈ ഓഗ്മെൻറ്റിൻ കഴിച്ചുകൊണ്ടാണ് പെട്ടെന്ന് ഇവരുടെ SGOT, SGPT എന്തായത്? കൂടിയത്. അതുപോലെ തന്നെ വേറൊരു പേഷ്യൻ്റ് ഉച്ചകഴിഞ്ഞ് വന്നപ്പോൾ അവർക്കും നേരത്തെ അവരും ഇതേ സെയിം മെത്തോട്രെക്സിൻ മാത്രമാണ്, അവർക്ക് HCQ ഇല്ല, മെത്തോട്രെക്സിൻ മാത്രം കഴിക്കുന്ന സോറിയാറ്റിക് ആർത്രൈറ്റിസിൻ്റെ പേഷ്യൻ്റാണ്. അവർക്കും ഇങ്ങനെ തന്നെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 3-4 കൊല്ലമായിട്ട് ഫോളോ അപ്പിലുള്ളതാണ്. മെത്തോട്രെക്സിൻ 10 mg ഉള്ളൂ. അവർക്ക് പെട്ടെന്ന് SGOT, SGPT നോക്കിയപ്പോൾ 150-200 റേഞ്ചിലാണ്. അപ്പം വീണ്ടും നമ്മൾ ഹിസ്റ്ററി വീണ്ടും എടുത്തു കഴിഞ്ഞപ്പോഴാണ് അവർ എന്തോ ആയുർവേദ മരുന്നുകളും ചെടികൾ ഹെർബൽ മെഡിസിൻസും കുറച്ച് ദിവസം മുമ്പ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കേസിലും ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം പലപ്പോഴും മെത്തോട്രെക്സേറ്റ് കഴിക്കുമ്പോൾ SGOT, SGPT കൂടാൻ നമുക്കറിയാം. പക്ഷേ പലപ്പോഴും അത് കൂടുവാണെങ്കിൽ നമുക്ക് ഏർലി സ്റ്റേജിൽ തന്നെ കാണാൻ സാധിക്കും. പക്ഷേ ഇവർക്ക് 2 പേർക്കും 2 പേരും ലേഡീസാണ്. ഇവർ 2 പേർക്കും ഒരു തരത്തിലുള്ള വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. അത് പക്ഷേ ചോദിച്ചപ്പോൾ വേറെ പല മരുന്നുകളും കഴിക്കുമ്പോഴാണ് ഈ 2 മരുന്നുകൾ ഇവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു. ഒരാൾക്ക് ആയുർവേദ മരുന്നായിരുന്നു, മറ്റേ ആൾക്ക് ആൻറ്റിബയോട്ടിക് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? പെട്ടെന്ന് SGOT, SGPT കൂടും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഒരു ചിന്ത വെച്ച് മെത്തോട്രെക്സേറ്റ് കഴിച്ചുകൊണ്ടാണ് ഇത് കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെത്തോട്രെക്സിൻ നമ്മൾ നിർത്തേണ്ടി വരുന്നു, കുറയ്ക്കേണ്ടി വരുന്നു. കുറച്ച് കഴിഞ്ഞ് വേറെ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്ത് ചെറിയ ഡോസ് തുടങ്ങേണ്ടി വരുന്നു. പക്ഷേ ഈ 2 കേസിലും മെത്തോട്രെക്സേറ്റ് കൊണ്ടായിരുന്നില്ല പ്രശ്നം. വേറെ മരുന്നുകൾ കഴിക്കുന്നു. മെത്തോട്രെക്സിൻ്റെ കൂടെ കഴിച്ചുകൊണ്ടല്ല, ഇല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പെൻസിലിൻ ആൻറ്റിബയോട്ടിക് ഓഗ്മെൻറ്റിനെ കഴിക്കുമ്പോൾ പലർക്കും SGOT, SGPT കൂടാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും SGOT, SGPT കൂടുന്നത് മെത്തോട്രെക്സേറ്റ് കൊണ്ടാണെന്ന് മാത്രം നമ്മൾ ഒരിക്കലും അതുകൊണ്ടാകാം, പക്ഷെ അതുകൊണ്ട് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾ എപ്പോഴും ഡോക്ടറോട് പറയണം. അല്ലെങ്കിൽ ചിലത് പലപ്പോഴും പെയിൻ കില്ലേഴ്സ് ആർ വെൽ നോൺ. അതായത് വേദന സംഹാരികൾ കഴിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ വോവറാൻ പോലുള്ള മരുന്നുകൾ, എറ്റോറിക്കോക്സിബോ, മെഫ്താൽ പോലുള്ള മരുന്നുകൾ വേദനയ്ക്ക് വേണ്ടി കഴിച്ചു കഴിഞ്ഞാൽ, പല്ല് വേദനയ്ക്ക് വേണ്ടി കഴിച്ചു കഴിഞ്ഞാൽ SGPT മുകളിലോട്ട് പോകും. അപ്പോൾ എപ്പോഴും ഡോക്ടറോട് വരുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എല്ലാം തോന്നുന്ന കാര്യം ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് ഡോക്ടറോട് പറയണം. ഡോക്ടർ ഇന്ന കാര്യങ്ങൾ കഴിഞ്ഞ 1 മാസത്തിൽ എനിക്ക് സംഭവിച്ചു, ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു. അപ്പം ഡോക്ടർ കുറച്ചുകൂടി മനസ്സിലാകും ഈ മരുന്ന് ഈ ഗുളികകൾ കൊണ്ട് എന്തെങ്കിലും ഇൻട്രാക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ആ ഗുളിക കൊണ്ടാണ് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ വേറെ ഏതെങ്കിലും മരുന്ന് കഴിക്കേണ്ടെന്നല്ല പറയും, മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി ഡോക്ടറോട് പറയുക. അപ്പം ഈ 2 കേസ് നമ്മൾ എന്താ ചെയ്തത്? വളരെ സിമ്പിളാണ്. ഒരാഴ്ച മെത്തോട്രെക്സിൻ കഴിക്കേണ്ടെന്ന് പറഞ്ഞ് തന്നെ SGOT, SGPT കുറഞ്ഞു വന്നു കഴിയുമ്പോൾ അതൊക്കെ മെത്തോട്രെക്സിൻ റീസ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മെത്തോട്രെക്സിൻ ഫോർ എക്സാമ്പിൾ, അപ്പോൾ നിങ്ങൾ ഡോക്ടറോട് ഒരു വിസിറ്റിന് വരുമ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ചിലർക്ക് വൈറൽ ഫീവർ കൊണ്ടും SGPT കൂടാം. അപ്പം വൈറൽ ഫീവർ കൊണ്ട് കൂടാം. വേറൊരു ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഈ ഗുളികൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് പറയണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ എന്തെങ്കിലും ടെസ്റ്റിലൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഡോക്ടർ അതുമായിട്ട് കറക്റ്റായിട്ട് കോറിലേറ്റ് ചെയ്യാനും അത് രണ്ടും ബന്ധപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൻ്റെ അല്ലെങ്കിൽ മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കാരണമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് തെറ്റിദ്ധരിക്കുകയും ഡോക്ടർ മരുന്നുകൾ ആവശ്യമില്ലാതെ വ്യതിചലിപ്പിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാനും സാധ്യതയുണ്ട്.